ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ എക്സാമ്പിൾസ് ഒന്ന് ചെയ്ത് നോക്കാവേ. ഫൈൻഡ് 3/7 പ്ലസ് -6/11 പ്ലസ് -8/21 പ്ലസ് 5/22. ഇത് ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യും? അതിനാണ് നമ്മൾ കുറെ പ്രോപ്പർട്ടീസ് പഠിച്ചത്. എന്താണ് ഇവിടെ ഏത് പ്രോപ്പർട്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പറയാം? അസോസിയേറ്റ്. ഈ രണ്ടുപേരെ അസോസിയേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ അന്നേരം നിങ്ങൾ ഓർത്തിട്ടില്ല ഇതെന്തിനാ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുന്നത്? അല്ലെ കമ്മ്യൂട്ടേറ്റീവ് പഠിച്ചു, അസോസിയേറ്റീവ് പഠിച്ചു, ഇതൊക്കെ എന്തിനാ പഠിക്കുന്നതെന്ന് ഓർത്തില്ലേ? കണ്ടോ, ഇവിടെ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോണേ ഇവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അതായത് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഈ രണ്ടുപേരെ ഇതും ചെയ്യാം. പക്ഷെ കൂട്ടത്തിൽ നമ്മൾ ഒരെണ്ണം കൂടെ ചെയ്യുന്നുണ്ട്. ഏതറിയോ? കമ്മ്യൂട്ടേറ്റീവ്. എന്തിനാ കമ്മ്യൂട്ടേറ്റീവ്? എന്തായിരുന്നു കമ്മ്യൂട്ടേറ്റീവ് എന്ന് ഓർക്കുന്നുണ്ടോ? അതായത് A+B എന്ന് ചെയ്താലും B+A എന്ന് ചെയ്താലും സെയിം ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാലും സെയിം ആൻസർ കിട്ടുമെന്ന് കണ്ടോ. അപ്പൊ അത് നമുക്ക് അറിയായിരുന്നു. അങ്ങോട്ട് റാഷണൽ നമ്പേഴ്സിലെ കമ്മ്യൂട്ടേറ്റീവ് ആണ് പഠിച്ചായിരുന്നു. ആര്? ഇത് റാഷണൽ നമ്പേഴ്സ് അല്ലേ? റാഷണൽ നമ്പേഴ്സിൽ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് പഠിച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പോകും. എന്തിനാ മാറ്റുന്നതെന്ന് അറിയാവോ? നമുക്ക് ആഡ് ചെയ്യണ്ടേ? ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ഒരുപോലെ വരുവോ, അല്ലെ ഡിനോമിനേറ്റർ മൾട്ടിപ്പിൾസ് വരുവാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെയാണ് അവരെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് മാറ്റി എഴുതാൻ പോവാണേ. 3/7. അടുത്തത് ഞാൻ എഴുതാൻ പോകുന്നത് 7ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഡിനോമിനേറ്റർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? 21 ഉണ്ട്. അത് അടുത്തത് എഴുതും. കണ്ടോ, ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ അറേഞ്ച് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും പ്രശ്നമൊന്നുമില്ല. എയും ബിയും പൊസിഷൻ മാറ്റിയാലും പ്രശ്നമില്ല. ഇനി അടുത്തത് ഇത് എഴുതാം. പ്ലസ് -6/11. കണ്ടോ, 11 മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ഡിനോമിനേറ്റർ ഉണ്ടോ? 22. 11 × 2 22. അപ്പൊ അത് അടുപ്പിച്ചെഴുതി. കണ്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഏത് അപ്ലൈ ചെയ്തു? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇനി അടുത്ത് നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇവരെ തമ്മിൽ അസോസിയേറ്റ് ചെയ്യാൻ പോവാ. രണ്ടുപേരെ ആക്കി. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി എന്തിനാണ് നമ്മൾ ഈ കമ്മ്യൂട്ടേറ്റീവ് അസോസിയേറ്റീവ് ഒക്കെ ഇങ്ങനെ കിടന്ന് പറഞ്ഞതെന്ന്? മനസ്സിലായോ? നിങ്ങൾ ഓർത്തില്ല മക്കളെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാനും ഓർത്താൻ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇപ്പൊ മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇനി ഇവരെ തമ്മിൽ ചെയ്യാം. അപ്പൊ ആഡ് ചെയ്യാനാണ്. ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഇവരെ തമ്മിൽ ഡിനോമിനേറ്റർ സെയിം ആക്കാം. അപ്പൊ 7 21. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ വലിയ സംഖ്യകളാകും. അപ്പൊ നമ്മൾ പഠിച്ച അതിന് പകരം നമ്മൾ എന്ത് കാണും? LCM. 7 × 21ന്റെ LCM എത്രയാണ്? 7 കൊണ്ട് പറ്റും. 1 × 7 7 × 3 21. ഇനിയുണ്ടോ? കോമൺ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവരെ 3 പേരെ മൾട്ടിപ്ലൈ ചെയ്യും. 7 × 1 × 3. അപ്പൊ എത്ര വരും? കോമൺ ഡിനോമിനേറ്റർ കിട്ടി 21. കണ്ടോ, എളുപ്പമായി വരുന്ന കണ്ടോ? 21. ഇനി എങ്ങനെ നമ്മൾ ആക്കുന്നത്? ഇതിനെ മാറ്റാൻ പോകും. ഈ ഡിനോമിനേറ്റർ മാറ്റാൻ പോവാം. 7നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 21 കിട്ടും? 7 × 3 ആണ് 21. ആ 3 കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യും. 3 × 3 9. സൈൻ ഇട്ടു പ്ലസ്. ഓക്കെ. ഇവിടുത്തെ 21 ആണ്, ഇവിടുത്തെ 21 ആണ്. വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒന്നും മാറ്റമില്ലാതെ ചിന്തിക്കുക. അല്ലെങ്കിൽ 21 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 21 കിട്ടും? 21 × 1 ആണ് 21. ആ 1നെ മേളിൽ മൾട്ടിപ്ലൈ ചെയ്തു. -8 × 1 -8 തന്നെ. മാറ്റമൊന്നുമില്ല. ഓക്കെ. പ്ലസ് ഇവിടെയും ചെയ്യാം. 11ന്റെ 22ന്റെയും കൂടെ LCM കണ്ടേ. 11ന്റെ ടേബിളിലുള്ളതാണ് 11 × 1 11 × 2 22. ഇനിയില്ല കോമൺ. മൾട്ടിപ്ലൈ 11 × 1 × 2. അപ്പൊ എത്ര വന്നു? പുതിയ ഡിനോമിനേറ്റർ 22. മുമ്പത്തെ പോലെ ആദ്യത്തെ ഡിനോമിനേറ്ററിനെ 22 ആകണം. എത്ര കൊണ്ട്? 2 കൊണ്ട്. ആ 2 കൊണ്ട് എവിടെ മൾട്ടിപ്ലൈ ചെയ്യണം മക്കളെ? മേളിൽ. 6 × 2 12. വെറും 12 അല്ല, -6 × 2 ആണ്. പ്ലസ് മൈനസോടെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ് -12. അടുത്ത സൈൻ. ഇവിടെ 22 തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അതിന്റെ ന്യൂമറേറ്റർ അതുപോലെ തന്നെ എഴുതി. ഓക്കെ. മനസ്സിലായില്ലേ? എളുപ്പമല്ലേ? എളുപ്പമായി വരും അല്ലേ? ഓക്കെ. അപ്പം ഇനി ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്തേ. ഒരു പ്ലസും മൈനസും. ഒരു പ്ലസും മൈനസും വന്നാൽ എന്നാ ചെയ്യും മക്കളെ? സബ്ട്രാക്ട് ചെയ്യും. 9 8 പോയി ഇതിന്റെ സൈൻ 1/21. ഇവിടെ പ്ലസ് ഇട്ടു. ഇവിടെ പ്ലസും മൈനസും എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. എത്ര വരും? -7/22. 1/21 പ്ലസ് -7/22. ഇനി നമുക്ക് ഇവരെ കോമൺ ഡിനോമിനേറ്റർ ഉണ്ടോ? അല്ലെ ഇവർ ഇതിന്റെ മൾട്ടിപ്പിൾസ് ആണോ? ഇല്ല. അപ്പൊ നമുക്ക് ഇനി ഇവരുടെ LCM എടുത്താൽ 21ഉം 22നും കോമൺ ആയിട്ട് ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാത്തതുകൊണ്ട് ഇവരുടെ LCM എന്ന് പറഞ്ഞാൽ ഇവരെ തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 22ഉം 21ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തേ.
അപ്പൊ എത്ര വരും? 2 462 അല്ലേ? 462. 21 ഇതും കൂടെ 400 കോമൺ ഡിഗ്രി 462 ആണ് കിട്ടിയത്. ഓക്കെ. ഇനി 21 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 462 കിട്ടും? എത്ര കൊണ്ട്? 22 കൊണ്ട് അല്ലേ? ഇവർക്ക് കോമൺ ആയിട്ട് ഇല്ലായിരുന്നല്ലോ. കോമൺ ആയിട്ട് ഇല്ലാതെയാണ് നമ്മൾ ഇവരെ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ 21 22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലായിരിക്കും 462 കിട്ടുന്നത്. 22 21 കൊണ്ടായിരിക്കും. അപ്പൊ 21 22 കൊണ്ട് ഗുണിച്ചാൽ ഇത് കിട്ടും. അപ്പൊ ആ 22 കൊണ്ട് നമ്മൾ എവിടെ മൾട്ടിപ്ലൈ ചെയ്യണം? മേളില്. അപ്പം 1 × 22 22 സൈൻ പ്ലസ്. ഇനി 22 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് കിട്ടുന്നത്? ഈ ഡിനോമിനേറ്റർ കിട്ടുന്നത് 21 കൊണ്ട്. ആ 21 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ആരുമായിട്ട്? 7 147. സൈൻ എന്നാ മക്കളെ? പ്ലസ് മൈനസ് മൾട്ടിപ്ലൈ ചെയ്തപ്പം മൈനസ്, ഒരു മൈനസ് ഒരു പ്ലസും വന്നു. സബ്ട്രാക്ട് ചെയ്യണം. 147 നിന്ന് 22 പോകെ. അപ്പൊ എത്ര വരും? 125. വലുതിന്റെ സൈൻ -125/462. ഇതായിരിക്കും നമ്മുടെ ആൻസർ. കണ്ടോ? ആഡ് ചെയ്ത കണ്ടോ? ഇങ്ങനെയാണ് അഡീഷൻ വരുന്നത്. നമ്മൾ അസോസിയേറ്റീവും ചെയ്തു, ഇതിനകത്ത് കമ്മ്യൂട്ടേറ്റീവും നമ്മൾ ചെയ്ത്. കണ്ടോ? 2 എണ്ണം ഒരുമിച്ച് ചെയ്ത്. ഇപ്പൊ മനസ്സിലായില്ലേ മക്കളെ എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത്? അതിനു വേണ്ടിയാണ് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചത്. അപ്പം നമുക്കറിയാം റാഷണൽ നമ്പേഴ്സിൽ അഡീഷൻ അസോസിയേറ്റീവും ആണ് കമ്മ്യൂട്ടേറ്റീവും ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ 2 ഇതിനകത്ത് അപ്ലൈ ചെയ്തു. മനസ്സിലായല്ലോ? സബ്ട്രാക്ഷനിൽ പറ്റുമായിരുന്നത്? ഇല്ല. സബ്ട്രാക്ഷനിൽ അസോസിയേറ്റീവും അല്ല കമ്മ്യൂട്ടേറ്റീവും അല്ല. നമ്മളത് നോക്കിയായിരുന്നു. ഓക്കെ മക്കളെ, അപ്പം തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് പാടായിരിക്കും, ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത് ഇങ്ങനെ. അപ്പം ആദ്യം ഇതെങ്ങനെയാണെന്ന് കണ്ടുപഠിച്ചേ, നോക്കിക്കേ എങ്ങനെയാണ് ചെയ്തതെന്ന്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ആഡ് ചെയ്യാൻ അറിയാം, ഡിനോമിനേറ്റർ സെയിം ആക്കാൻ അറിയാം. അപ്പം അതുകൊണ്ട് ഒന്ന് കണ്ടതിന് ശേഷം 1 2 തവണ നിങ്ങൾ കാണാം. എന്നതിന് ശേഷം തന്നെ ചെയ്ത് നോക്കണം. ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങളോടുള്ള റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം മക്കളെ. തന്നെ ചെയ്തില്ല നിങ്ങൾ പഠിക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ, വായിച്ചു നോക്കിയാൽ പഠിക്കില്ല. അപ്പം എല്ലാവരും തന്നെ ചെയ്യുമെന്ന് പ്രോമിസ് തരണം. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു.